ഗോപൻ സ്വാമിയുടെ ഭൗതികദേഹം വഹിച്ചുകൊണ്ടുള്ള നാമജപയാത്ര അദ്ദേഹത്തിൻ്റെ വസതിയിലേക്ക് എത്തിയിരിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ വസതിയിലേക്ക് വരികയാണ്. നാമജപ ഘോഷയാത്രയുമായി അദ്ദേഹത്തിൻ്റെ വസതിയിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. ശരി, വിളിക്കാം. നാമജപ ഘോഷയാത്ര ഇതാ അദ്ദേഹത്തിൻ്റെ വീട്ടിലേക്ക് എത്തിച്ചേർന്നുകൊണ്ടിരിക്കുകയാണ്. ഗോപൻ സ്വാമിയുടെ ഭൗതികദേഹം വഹിച്ചുകൊണ്ടുള്ള നാമജപയാത്ര അദ്ദേഹത്തിൻ്റെ വീട്ടിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. ഗോപൻ സ്വാമിയുടെ ഭൗതികദേഹം വഹിച്ചുകൊണ്ടുള്ള നാമജപ യാത്ര ഈ നെയ്യാറ്റിൻകരയിലെ ആറാലമൂട്ടിലെ അദ്ദേഹത്തിൻ്റെ വസതിയിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. വലിയൊരു ജനാവലി കാണാൻ സാധിക്കുന്നുണ്ട്. വലിയൊരു ജനാവലി തന്നെയാണ്. അതിൽ ബഹുഭൂരിപക്ഷവും വിശ്വാസികളും പ്രദേശവാസികളും അടക്കം നിരവധി ഈ വാർത്ത കേട്ടുപോലും ഇവിടേക്ക് എത്തിച്ചേർന്നവരടക്കം ഒരുപക്ഷെ ഇതിലുണ്ടാകുമെന്നുള്ളതാണ്. ആ രീതിയിൽ വലിയ വിപുലമായ രീതിയിൽ തന്നെ കഴിഞ്ഞ ദിവസമൊക്കെ ഇതിൻ്റെ സംഘാടകരടക്കം പറഞ്ഞതുപോലെ തന്നെ വിപുലമായ ക്രമീകരണങ്ങളോട് കൂടി തന്നെയാണ് വലിയൊരു നാമജപയാത്രയായി ഈ ഒരു ഭൗതികദേഹം ഇവിടേക്ക് എത്തിക്കുന്നതെന്നുള്ളതാണ്. ഈ അദ്ദേഹത്തിൻ്റെ ഭൗതികദേഹം വഹിച്ചുകൊണ്ടുള്ള നാമജപയാത്രയോടുകൂടി അദ്ദേഹത്തിൻ്റെ ഭൗതികദേഹം വഹിച്ചുകൊണ്ടുള്ള വാഹനമാണ് ഇവിടേക്ക് എത്തുന്നത് എന്നുള്ളതാണ്. നിരവധി ആളുകൾ അനുഗമിക്കുന്നുണ്ട് ഈ സമാധി അല്ലെങ്കിൽ ഈ ഒരു സമാധി അദ്ദേഹത്തിൻ്റെ ഭൗതികദേഹം വഹിച്ചുകൊണ്ടുള്ള ഈ സമാധി വാഹനത്തിനെ അനുഗമിച്ചുകൊണ്ട് നിരവധി പേരും ഇതിനോടൊപ്പമുണ്ട് എന്നുള്ളതാണ്. നാമജപത്തോടു കൂടിയായിരുന്നു ഇത്തരത്തിൽ വൻ ജനാവലിയുടെ ഒരു പങ്കാളിത്തത്തോടു കൂടി ഭൗതികദേഹം ഇവിടേക്ക് എത്തിച്ചത്. 40 മിനിറ്റോളം നീണ്ട ചെറിയ വഴികളിലൂടെ ഇവിടെ എത്തുമ്പോൾ ഈ നമുക്ക് ഇവിടെ കാണാനാകുന്നുണ്ട്. ഇത് അദ്ദേഹത്തിൻ്റെ ഭക്തരെ വന്നവരാകാം, അല്ലെങ്കിൽ നേരത്തെ അറിയുന്നവരാകാം. ഇനി ഇവിടെ ഒരു തീർത്ഥാടന കേന്ദ്രമായി മാറുമോ എന്ന സംശയം കൊണ്ട് അത്തരത്തിൽ ഒരു തീർത്ഥാടന കേന്ദ്രത്തിലേക്ക് എന്ന രീതിയിൽ വന്നവരാകാം. കൗതുകം കൊണ്ട് നമുക്കറിയാം സമാധിയൊക്കെ നമ്മൾ പാഠപുസ്തകങ്ങളിലും അല്ലെങ്കിൽ അതുപോലെ വായിച്ചുമൊക്കെ പഠിച്ചിട്ടുള്ള അപ്പുറത്തേക്ക് സമാധി എന്താണ് സംഭവിക്കുന്നത്, എങ്ങനെയാണ് സമാധിയുടെ കാര്യത്തിലൊക്കെ കൗതുകത്തോടെ. എന്തായാലും ഒരുപക്ഷെ കേരളത്തിനെ സംബന്ധിച്ചിടത്തോളം തന്നെ ഇത്തരത്തിലുള്ളൊരു സമാധി യാത്ര ഇത്രയേറെ മാധ്യമ ശ്രദ്ധ ആകർഷിച്ച മറ്റൊരു സമാധിയും ഒരുപക്ഷെ സമാധികൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ പോലും ഈ രീതിയിൽ വലിയ മാറിമറിഞ്ഞ പല സംഭവ വികാസങ്ങൾക്കും ഗോപൻ സ്വാമിയുടെ മരണം അല്ലെങ്കിൽ അവരുടെ ഭാഷയിൽ സമാധി ഒരു ഭാഗമായിട്ടുണ്ട്, കാരണമായിട്ടുണ്ട്. ആ രീതിയിൽ ഒരുപാട് മഠാധിപതികളുടെയൊക്കെ നേതൃത്വത്തിലാണ് ഈ ഒരു സമാധി നടക്കുന്നത്. ആ രീതിയിൽ മഠാധിപതികൾ ഇവിടേക്ക് എത്തിച്ചേർന്നു. ആത്മീയാചാര്യന്മാരുടെയും മഠാധിപതികളുടെയും ഒക്കെ നേതൃത്വത്തിലായിരിക്കും ഈ ഒരു സമാധി നടക്കുക എന്നുള്ള കാര്യം വ്യക്തമാക്കിയതാണ്. ആ രീതിയിൽ വിപുലമായ സജ്ജീകരണങ്ങൾ തന്നെ ആ ഒരു മണ്ഡപത്തിലും ഒരുക്കിയിട്ടുണ്ട്. വീടിൻ്റെ മുൻവശത്തായാണ് ഇപ്പോൾ കാണാൻ സാധിക്കും. ചുവന്ന പട്ടുകൊണ്ട് മറച്ചിരിക്കുന്നതാണ് ഗോപൻ സ്വാമിയുടെ ഭൗതികദേഹം. വലിയ രീതിയിൽ പുഷ്പ അലങ്കാരങ്ങളും പുഷ്പങ്ങൾ കൊണ്ട് ഈ ഒരു സമാധിയുമായി വന്ന വാഹനമൊക്കെ വലിയ രീതിയിൽ അലങ്കരിച്ചിരിക്കുന്നതും കാണാൻ സാധിക്കും. അല്പസമയത്തിനകം തന്നെ ഈ ഒരു മഹാസമാധി പൂർത്തീകരിക്കും. അല്ലെങ്കിൽ 40 മിനിറ്റോളം നീണ്ട വേദമന്ത്രങ്ങളുടെയും ഒക്കെ അകമ്പടിയോടുകൂടി മഠാധിപതികളുടെയും ആത്മീയ ആചാര്യന്മാരുടെയൊക്കെ നേതൃത്വത്തിലായിരിക്കും ഈ ഒരു മഹാസമാധി പൂർത്തീകരിക്കുക എന്നുള്ളതാണ്.
സാന്നിധ്യത്തിലൂടെയാണ് ആ സമാധി പീഠത്തിൽ നടക്കുന്നുണ്ടായിരുന്നു പുണ്യാഹം. അതോടൊപ്പം തന്നെ മറ്റ് പൂജകളൊക്കെ തുടങ്ങിയിരുന്നു. മൂത്ത മകനായ സനന്ദനാണ് ഇപ്പോൾ ഈ ഭൗതികദേഹം അനുഗമിച്ചുകൊണ്ട് ഈ ഒരു സമാധിയായുള്ള വാഹനത്തിന് ഒപ്പം ഗോപൻ സ്വാമിയുടെ ഒപ്പം തൻ്റെ പിതാവിനൊപ്പം ഇരിക്കുന്നത് ദൃശ്യങ്ങളിലും കാണാൻ സാധിക്കും. സനന്ദനാണത്. ആയിട്ടുള്ള മറ്റ് ചടങ്ങുകളിൽ പങ്കെടുക്കാനും അതോടൊപ്പം തന്നെ ഈ സമാധി യാത്രയിൽ പങ്കെടുക്കുവാനും എത്തിയവരുണ്ട്. അതോടൊപ്പം പോലീസുകാരുണ്ട്. എല്ലാവരും അങ്ങനെ തന്നെ ഈ വീടിന് സമീപത്തായി അങ്ങനെ നിൽക്കുകയാണ്. എന്തായാലും ഇപ്പോൾ ഈ ഗോപൻ സ്വാമിയുടെ മൃതദേഹം നമുക്ക് ആ ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കും. മകൻ അങ്ങനെ ചേർത്ത് പിടിച്ചിരിക്കുകയാണ്. പൂമാലയുണ്ട്, രുദ്രാംശമാല സാധിക്കുന്നുണ്ട്. ഗോപൻ സ്വാമിയുടെ ഭൗതികദേഹത്തിൽ അത് തലഭാഗമടക്കം ഒരു ചുവന്ന പട്ടുവസ്ത്രം കൊണ്ട് മൂടിയിരിക്കുകയും ചുറ്റും അതുപോലെ തന്നെ ഭൗതികദേഹത്തിലെമ്പാടും പുഷ്പങ്ങൾ കൊണ്ട് നിറച്ചിരിക്കുകയാണ്. ഒരു ചുവന്ന പട്ടുകൊണ്ട് തലഭാഗം അടക്കമുള്ള ശരീരഭാഗങ്ങൾ പൂർണ്ണമായി മൂടിയ നിലയിലാണ് ഭൗതികദേഹമുള്ളത്. സ്വാമിയുമായി ബന്ധപ്പെട്ട കുടുംബത്തെ അറിയുന്നവരുമൊക്കെ പങ്കെടുത്തിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ എന്തായാലും വീട്ടു വളപ്പിലേക്ക് എത്തുമ്പോൾ വലിയൊരു ജനകൂട്ടം ഭാഗത്തുണ്ട്. ഈ ക്ഷേത്രത്തിന് പരിസരത്താണ് ഇത്തരത്തിലൊരു സമാധി നിർമ്മിച്ചിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം സമാധി പീഠത്തിന് പകരമായി നിർമ്മിച്ചിട്ടുള്ള വലിയൊരു സമാധി പീഠം അതിൽ തന്നെയാണ് നടത്തുക. അതിന് അനുകൂലമായി വേണ്ട ക്രമീകരണങ്ങൾ നടത്തിയിട്ടുണ്ടായിരുന്നു. അതോടൊപ്പം തന്നെ വീട്ടിൽ വലിയ തരത്തിലൊരു പന്തലൊക്കെ ഇട്ടുകൊണ്ടാണ് ഇത്തരത്തിൽ കൂടുതൽ ആളുകളെ ഇന്ന് ചടങ്ങുകൾ ഇവിടെ അതിനുവേണ്ട തയ്യാറെടുപ്പുകളൊക്കെ നടത്തിയിട്ടുള്ളത്. അല്പസമയത്തിനകം തന്നെ, അതായത് ഈ പൂമാലയൊക്കെ മാറ്റിയ ശേഷം ഈ ശരീരം ആ ഒരു സമാധി പീഠത്തിലേക്ക് കൊണ്ട് ഇരുത്തുകയാണ്. എന്തായാലും അധികം വൈകില്ല എന്നാണ് അറിയാൻ സാധിക്കുന്നത്. 4 മണിക്കകം തന്നെ സമാധി കർമ്മങ്ങളൊക്കെ പൂർത്തിയാക്കുമെന്ന് ഹൈന്ദവ സംഘടനകളുമായി ബന്ധപ്പെട്ട ആൾക്കാരും ഹിന്ദു ഐക്യവേദിയും അടക്കമുള്ള സംഘടനകളും വ്യക്തമാക്കിയതാണ്. ഏകദേശം 40 മിനിറ്റോളം നീണ്ട മന്ത്രോച്ചാരണങ്ങൾ കഴിഞ്ഞതിന് ശേഷം ഈ ഒരു ഋഷിപീഠത്തിലേക്ക്, മുൻകൂട്ടി ഒരുക്കിയിരിക്കുന്ന ഋഷിപീഠത്തിലേക്ക് ഗോപൻ സ്വാമിയുടെ സമാധി മുൻപ് എങ്ങനെ ഉണ്ടായിരുന്നു അതേപോലെ തന്നെ ഇരുത്തി താഴേക്ക് സമാധി പൂർത്തിയാക്കുമെന്നുള്ള കാര്യമാണ് അറിയാൻ സാധിക്കുന്നത്. ഈ ഘട്ടത്തിൽ അല്പസമയത്തിന് അകം തന്നെ ഈ ഒരു സമാധി പീഠത്തിലേക്ക്, ഋഷിപീഠത്തിലേക്ക് അദ്ദേഹത്തിൻ്റെ ഭൗതികദേഹം ഇരുത്തി മറ്റ് പൂജാകർമ്മങ്ങൾ ഒക്കെ ചെയ്തതിന് ശേഷം മഠാധിപതികളുടെയും ആത്മീയാചാര്യന്മാരുടെയൊക്കെ സാന്നിധ്യത്തിലായിരിക്കും ഈ ഒരു മഹാസമാധി പൂർത്തീകരിക്കുക. അതിന് അല്പം സമയം കൂടിയേ ഉള്ളൂ താമസം. ഇപ്പോൾ ഈ ഒരു സമാധിയുമായി വരുന്ന വാഹനം വീടിന് മുൻവശത്തായി കാത്തു നിൽക്കുകയാണ്. അതിനുശേഷം ഈ ഭൗതികദേഹം ഋഷിപീഠത്തിലേക്ക് മാറ്റും. പിന്നീടായിരിക്കും വിവിധ പൂജാകർമ്മങ്ങളുടെയും ഈ മന്ത്രവേദങ്ങളുടെയും അകമ്പടിയോടുകൂടി ഈ ഒരു മഹാസമാധി പൂർത്തീകരിക്കുക.